ഹലോ വെൽക്കം ബാക്ക്. സുഹൈൽ പട്ടാമ്പിയാണ്. ഞങ്ങളിപ്പോൾ ഇതാ ജമ്മുവിൽ നിന്ന് മാൻഡ്രിഡ് പൂഞ്ചിലേക്കുള്ള യാത്രയിലാണ്. ഇതൊരു KG റൂട്ട് എന്ന് പറഞ്ഞൊരു റൂട്ടാണ്. നമ്മൾ സാധാരണ നമ്മുടെ ആളുകളൊക്കെ കാശ്മീരിലേക്ക് വന്ന് എക്സ്പ്ലോർ ചെയ്യുമ്പോൾ ഒരുപാട് വീഡിയോ ഫോട്ടോസൊക്കെ കാണാറുണ്ട്. പക്ഷെ അവിടെ നമ്മൾ കാണുന്നത് ഒരുപാട് മഞ്ഞ് സംഭവങ്ങളൊക്കെ ആയിട്ടുള്ള ഡിസൈൻഡ് ആയിട്ടുള്ള കുറേ സ്ഥലങ്ങളാണ്. കാശ്മീരിന് മറ്റൊരു മുഖം കൂടെ ഉണ്ട്. അത് നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണ് സംഭവം എന്ന് വെച്ചാൽ ഞാൻ ഉദാഹരണമായിട്ട് പറയാം. ഞങ്ങളിപ്പോൾ ഈ വന്ന റൂട്ട് KG റൂട്ടിൻ്റെ എക്സ്പാൻഷൻ എന്താ? KG എന്ന് പറഞ്ഞാൽ എന്താണ്? കൃഷ്ണഘാട്ടി. അതൊരു റൂട്ടിൻ്റെ പേരാണ്. അപ്പോൾ ഞങ്ങൾ കുറേ സമയം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ സ്ഥലത്തിൻ്റെ ഒരു പ്രത്യേകത, ഇവിടെ ഇപ്പോൾ ഞങ്ങളിതാ ഒരു വലിയ മലയുടെ പകുതിയായിട്ട് നിൽക്കുകയാണ്. ഇവിടെയൊക്കെ നിങ്ങൾക്ക് റോഡുകളൊക്കെ കാണാൻ പറ്റും. പക്ഷെ ഇവിടെ ഒരു സ്ഥലത്ത് ആൾക്കൊരു ആക്സിഡൻ്റ് ഉണ്ടായാൽ അല്ലെങ്കിൽ ഒരു രോഗി എന്തെങ്കിലും സംഭവിച്ചാൽ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവിടെ അടുത്തൊരു ഹോസ്പിറ്റൽ ഉള്ളത് 300 കിലോമീറ്റർ അപ്പുറത്താണെന്നാണ്. 300 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ എത്ര ദൂരത്തിൽ പോകേണ്ടി വരും? മറ്റൊന്ന്, നമ്മുടെ നാട്ടിൽ നിന്ന് മലബാർ ഏരിയയിൽ നിന്ന് എറണാകുളത്ത് പോകുന്നത് പോലെയോ അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് പോകുന്നത് പോലെ അല്ല ഇവിടുത്തെ 300 കിലോമീറ്റർ. മണിക്കൂറുകളാണ്, അത്രയും ദുർഘടമായ പാതകളാണ്. ഇത് ജമ്മുവിലാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഒരു ആക്സിഡൻറ്റ് ഉണ്ടായാൽ നിങ്ങൾക്ക് കാണാൻ കഴിയുമെന്ന് അറിയില്ല. ആ താഴെ ഒരു ലോറി കിടക്കുന്നത് കഴിഞ്ഞ ദിവസം ഒരു ആക്സിഡൻറ്റ് ഉണ്ടായതാവാം അല്ലേ? ജമ്മുവിലല്ലേ ഇപ്പോൾ അടുത്ത് ഹോസ്പിറ്റൽ ഉണ്ടാവുക? ഇവിടെയൊക്കെ അടുത്തുണ്ട്. അതായത് ഇപ്പോൾ മാൻഡ്രിൽ, അതും 1 മണിക്കൂറെങ്കിലും മിനിമം യാത്ര ചെയ്താൽ ഒരു ഫസ്റ്റ് എയ്ഡിനുള്ള സംവിധാനങ്ങൾ കിട്ടും. കഴിഞ്ഞ ദിവസം ഒരു ഡോക്ടറെ അടുത്ത് പോയി. ആ ഡോക്ടറിന് ഫസ്റ്റ് എയ്ഡ് ജസ്റ്റ് ആൾ ഇങ്ങനെ ഒരു തോളിലൂടെ ഒരു സാധനം വെച്ചിട്ടുണ്ട്, അങ്ങനെ ജസ്റ്റ് നോക്കും, അത്രേ ഉള്ളൂ. അല്ലാതെ അത്ര വലിയ ക്വാളിഫൈഡ് ഒന്നുമല്ല, എന്നാലും അതിന് ബേസിക് കാര്യങ്ങൾ അറിയാമെന്ന് മാത്രം. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഇവിടേക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ മരിക്കുക, അത്രേ ഉള്ളൂ ഇവിടെ പ്രാധാന്യം. അങ്ങനെ വേണമെങ്കിൽ പറയാൻ പറ്റും. പിന്നെ ഇവിടുത്തെ കൾച്ചർ, ഇപ്പോൾ ഈ മലയുടെയൊക്കെ സൈഡിൽ വരെ വീടുകൾ കാണാൻ പറ്റും. അപ്പോൾ ഞാൻ ഇവരോട് ചോദിച്ചു, സാറന്മാരോട് ചോദിച്ചു എങ്ങനെയാണ് ആ വീട്. അതായത് മലയുടെ ഉള്ളിലാണ് വീട്. അവർക്കൊരു പക്ഷേ വണ്ടിയൊക്കെ ഉണ്ടാവാം, പക്ഷേ കിലോമീറ്ററുകൾക്ക് ഇപ്പുറത്തിട്ടിട്ട് അവർ നടന്നു പോവുക. അതിൽ സ്കൂൾ പഠിക്കുന്നവരുണ്ട്, ജോലിക്ക് പോകുന്നവരുണ്ട്, അങ്ങനെയാണ്. അതാ മലയുടെ മുകളിലേക്കൊക്കെ നടന്നു പോവുക. അപ്പോൾ എന്താണ് അതിൻ്റെ മറ്റൊരു കാര്യം ഇതായിരിക്കാമെന്ന് ഇവർ പറഞ്ഞത്, അവരുടെ ജീവിതം ഈ മലയുടെയൊക്കെ മുകളിൽ പണ്ട് ശീലിച്ചത് പിന്നെ അവർക്ക് ടൗണിലേക്കൊക്കെ വരാനുള്ള പ്രയാസമാകും. എന്നാലും പറഞ്ഞു വന്നത്, ഇവിടെ പ്രത്യേക ഒരു സംസ്കാരങ്ങളൊക്കെ ഉണ്ട്. ഇത് ഇന്ത്യയുടെ ഭാഗമാണ്, ഇന്ത്യയിലുള്ള ജനങ്ങളാണ്. ഇവിടെയും ഇപ്പോൾ ഞങ്ങൾ ഈ മലയുടെ മുകളിലാണെങ്കിൽ ഇവിടെ കുട്ടികളൊക്കെ മുകളിൽ കളിക്കുന്നുണ്ട്. അവരുടെ ജീവിതമൊക്കെ അതുമായി ബന്ധപ്പെട്ടതാണ്. ഇതിൽ റോഡുണ്ട്, ഇങ്ങനെയാണ്. ഇപ്പോൾ മറ്റൊരു കാര്യം കൂടി ഇവർ പറഞ്ഞു. ഈ ഒരു സ്ഥലം ഇപ്പോൾ ഇത് നമുക്ക് എത്രമാത്രം ക്യാമറയിൽ ഉൾക്കൊള്ളിക്കാൻ കഴിയുന്നറിയില്ല, എന്നാലും ഇത് വലിയ മലഞ്ചെരുവുകൾ ഇവിടെ ഇങ്ങനെ ഉണങ്ങിയ പോലെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ചോദിച്ചു എന്താ സംഭവം എന്ന് പറഞ്ഞപ്പോൾ ഇവർ പറഞ്ഞത്, ഇവിടെയൊക്കെ ഫുള്ള് പച്ചപ്പുള്ള സ്ഥലങ്ങളാണ്. പക്ഷേ ഈ പച്ചപ്പുള്ള പുല്ലുകളൊക്കെ ഇവർ വെട്ടി അത് സൂക്ഷിക്കും. ആ വെട്ടുന്നത് വലിയൊരു ആഘോഷമായിട്ട് അത്ര ഇവിടെ കണക്കാക്കാം. ഈ പുല്ലൊക്കെ വെട്ടുന്നത് അതെന്തിനാണ്? അവരുടെ പശുക്കൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി അതില്ലാത്തൊരു സമയത്തേക്ക് സൂക്ഷിക്കാൻ ഇത് തിരിച്ച് ഇവിടെ ശരിയാകും ചെയ്യുമെന്നുള്ളതാണ് പറഞ്ഞു വന്നത്. ഒരുപാട് വ്യത്യസ്തമായ സംസ്കാരങ്ങളൊക്കെ ഇന്ത്യയിൽ പലയിടത്തുണ്ട് എന്ന് മാത്രമല്ല, വ്യത്യസ്തമായ സംസ്കാരങ്ങൾ കാശ്മീരിലുണ്ട്.